അവിടെ പുനർനിർമ്മിക്കും ഞങ്ങൾ എന്ന് അമേരിക്ക പറയുകയാണ്. ഇതിനെ ചെറുക്കാൻ ഹമാസിന് വാക്കുകൾക്കപ്പുറത്ത് എങ്ങനെ സാധിക്കും? ശ്രീ ഒ അബ്ദുള്ള, അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഹമാസ് ഫീനക്സ് പക്ഷികളെ പോലെ ചാരത്തിൽ നിന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്ക് മധ്യധരണിയായുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന കാലം അതിവിദൂരമല്ല. വയലാറെഴുതുപോലെ ഹമാസ് വിശ്വസിക്കുന്നതായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് ഇസ്ലാമാണ്. ചരിത്രം വായിക്കണം. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ ദുർഘട സന്ധികളിലൂടെ കടന്നു വന്നതായ ഒരു വിശ്വാസ പ്രമാണം, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതാണ് ഹമാസ്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ പ്രാകുന്നത്. ഞാൻ ഇസ്ലാമിന് പിന്നെ പറയാൻ കാരണം ഹമാസിന്റെ വ്യത്യസ്തമാക്കുന്നത് അവർ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവരാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലെ പലതുണ്ട്. അതൊക്കെ അമേരിക്ക വിചാരിച്ചാൽ അവർക്ക് കീശയിലാക്കാൻ കഴിയുന്നവരും ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നവരാണ്. ഇവരാവട്ടെ ആൺകുട്ടികളാണ്. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് അവർ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായ അമേരിക്കയുടെ മുഴുവൻ ശക്തിയും അമേരിക്കക്ക് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കക്കെതിരെ അമേരിക്ക യൂണിവേഴ്സിറ്റികളിലും അമേരിക്ക തെരുവുകളിലും അവരുടെ ഈ വിദേശ നയം മധ്യപൗരസ്ത്യ ദേശത്ത് തെറ്റായ, ഭീകരമായ, കുറ്റകരമായ, ഹീനമായ, നീചമായ നടപടികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അമേരിക്കയാണോ ഈ ഇവിടെ കീഴടക്കാൻ പോകുന്നത്? എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ദയവായി ഞാൻ എന്റെ ചോദ്യത്തിലേക്ക്, അതായത് നമ്മുടെ കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി കേരളത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. താങ്കൾ ഈ പറയുന്നത് പോലെ അമേരിക്കയിലും ഇത്തരം പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഇത് താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിലും ഇത് ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണല്ലോ. ആ ശക്തികളും ആൾബലവും അംഗബലവും ഒക്കെ പരിശോധിക്കുമ്പോഴാണല്ലോ ഇതിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാതെ അമേരിക്ക ആനയാണ്, അമേരിക്ക കുതിരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതായ വിവരക്കേടിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊന്നേ ഉള്ളൂ, യുദ്ധത്തിൽ പരാജയമല്ല. ഒന്നുകിൽ അവർ രക്തസാക്ഷികളായി നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. കാത്തിരുന്നാ മതി. ഒരു വാക്കുകൂടി, പൂർവീകങ്ങൾ നിങ്ങൾക്ക് സാധാരണ കേൾക്കലുണ്ടാവും. സ്വർഗീയ സ്ത്രീകളെ പറ്റിയ അവരെ പോയി പ്രാപിക്കാനുള്ള അവസരം അല്ലെങ്കിൽ വിജയം ഈ ഭൂമിയിൽ. ഞാനൊക്കെ അതാ കാത്തിരിക്കുന്നത്. എന്തോന്ന് അവരെ പോയി പ്രാപിക്കാനുള്ള അവസരം. ഞാനൊക്കെ അതാ കാത്തിരിക്കുന്നത്. താങ്കൾ പറയുന്ന ഇസ്ലാമിക മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ടല്ലോ. ഇതേ ഗാസയ്ക്കും പലസ്തീനും ഒക്കെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, അവരും പിന്തുടരുന്നത് ഇസ്ലാമിക ആദർശങ്ങളാണല്ലോ. എന്തുകൊണ്ട് അവരുടെ പൂർണ്ണമായി പിന്തുണ ലഭിക്കുന്നില്ല? നിന്റെയൊക്കെ കോപ്രായത്തിൽ തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ. അവരൊക്കെ മുസ്ലിം വീടുകളിൽ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതായ മുസ്ലിങ്ങൾ എന്നല്ലാതെ ഹമാസിനെ പോലെ ഇസ്ലാമിക ആദർശത്തെ, ആ ദർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ഈ ലോകത്തിലെ ഈ സാധാരണ നശ്വരമായ ജീവിതം അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു കോസിന് വേണ്ടി പോരാടാൻ തയ്യാറെടുത്തവരല്ല. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് തീരുമാനിക്കാനുള്ളതല്ല, അവിടെ ജനത ഉണ്ട്. താങ്കൾ നേരത്തെ സംസാരിച്ച ആള് ഈ ജനതനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആ ജനത ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, അറബ് ജനത. അവരിപ്പോ ഇതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് തെളിവാണല്ലോ ഈ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയതായ ചാരസംഘടന എന്നും ഈ പിന്നെ ഭൂമിയുടെ പൊക്കിളും അട്ടന്റെ കണ്ണും ഒക്കെ കണ്ടവരാന്ന് പറഞ്ഞതായ ഇസ്രായേൽ 1500 ആളെ കൊന്നിട്ട് അവരറിഞ്ഞോ? എല്ലാം ചത്ത് മലച്ചതിന് ശേഷമല്ലേ അറിഞ്ഞത്. ഒരു കഴിവ് അവർക്കില്ല എന്നല്ലേ ഇതിനർത്ഥം? എന്താ മനസ്സിലാക്കേണ്ടി? അതുകൊണ്ട് ആ വലുപ്പത്തോടെ നിന്നോട്ടെ. ഇസ്രായേലിന് മര്യാദക്ക് അവിടെ ജീവിക്കേണ്ടിണ്ടെങ്കിൽ അറബികളുമായിട്ട് സൗഹാർദ്ദത്തിൽ എത്തുക. നീയാണല്ലോ കോടതി. നമ്മൾ ഈ മതരാഷ്ട്രവാദത്തിനൊക്കെ അങ്ങേറ്റം എതിർക്കും. ജൂതന്മാർ അത് ചെയ്യാൻ നമുക്കൊരു എതിർപ്പില്ല. നമ്മൾ ഇന്ത്യയിലൊക്കെ തന്നെ അത്തരം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭയങ്കരമായി എതിർക്കും. പക്ഷെ ഇവർ ചെയ്യുകയാണെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അതൊന്നും നിലനിൽക്കൂല. ഒരു പേടി മുസ്ലിങ്ങൾക്കില്ല. ഇസ്ലാം അജയ്യമാണ്. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോ? അല്ല, നമ്മളങ്ങനെ മുസ്ലിങ്ങൾക്ക് എന്നൊക്കെ പരത്തി പറയേണ്ടതുണ്ടോ? അത് ഹമാസിന്റെ ഒരു വികാരത്തെ നമ്മൾ ലോകത്തെ മുസ്ലിങ്ങളുടെ വികാരമായി കണക്കാക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് തീർച്ചയായും എന്നെ പോലത്തെ അത് കണക്കാക്കിക്കൊണ്ട് നടക്കുന്നത്. അത് കണക്കാക്കാത്ത നല്ലൊരു മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ അത് കണക്കാക്കുന്നവരാണ്. ഇവിടെ എന്റെ സുഹൃത്ത് എന്നതുകൊണ്ട് ഷാബു പ്രസാദിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ജാതിയോ മതമോ അല്ലെങ്കിൽ ബൈബിളാണോ ഭഗവത്ഗീതയാണോ ഖുറാനാണോ പിന്തുടരുന്നത് എന്ന് നോക്കി ഒന്നുമല്ല സുഹൃത്തുക്കളെ നിശ്ചയിക്കുന്നത്. എനിക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. അദ്ദേഹം പറഞ്ഞത് ഹമാസ് ഇസ്ലാം ആണെന്നാണ് പറഞ്ഞത്.
അപ്പൊ എല്ലാ ഇസ്ലാമിക് റിലീജിയനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു തരത്തിലാണ് സംസാരിച്ചത്. എന്റെ അറിവില് 100%-ല് 98% മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. 2-3 ചെറിയൊരു പെർസെന്റേജ് ആണ് ഈ പ്രശ്നങ്ങളിൽ വരുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അപ്പൊ അതിനെ ഒന്നടങ്കം ആ മതവുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് നോക്കി കാണുമ്പോഴത്തേക്കും ഇതൊരു മതപരമായ ഒരു കാര്യമല്ല. ഇത് അത് തെറ്റ് ആര് ചെയ്ത് കഴിഞ്ഞാലും, അത് ഹിന്ദുക്കൾ ചെയ്താലും ക്രിസ്ത്യാനികൾ ചെയ്താലും മുസ്ലിംകൾ ചെയ്താലും ആര് ചെയ്താലും അത് തെറ്റാണ്. അത് അതിനകത്ത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒക്ടോബർ 7 ഒരു രാത്രിയിൽ നുഴഞ്ഞു കയറി വന്ന ഏകദേശം 1600-1500 പേരെ കൊന്നതിന് നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും. അതായത് ഞാൻ ഇതില് മതത്തിനെ വെച്ചുകൊണ്ടെന്നല്ല, ഹമാസ് സംഘടിച്ചത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വാക്കിന്റെ അർത്ഥം അതാ മുഖാവമത്ത് എന്നാ. ഇതിനെ ഇസ്ലാമികമായി നേരിടാനുള്ള പ്രതിരോധ ശക്തി. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇസ്ലാമികമായ എന്ന് പറയാൻ കാരണം. അതിന് മുമ്പ് എത്രയോ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകൾക്കൊന്നും ഇസ്ലാമിക സ്പിരിറ്റോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. ഇവര് ഈ ഹമാസ് ഒരു പ്രത്യേകമായ ഒരു ഇസ്ലാമിക മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചത് ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മതത്തെ കൊണ്ടുവരാൻ കാരണം. മറ്റൊരു പേരിന് മാത്രം ഇപ്പൊ ഇവിടെ ഒരു മതവിഭാഗം RSS അവര് ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഇവിടെ മറ്റുള്ളൊരു ഹിന്ദുക്കളെല്ലാം എന്ത് വെച്ചാൽ എന്താ മറുപടി പറയാ? അവരതിനു വേണ്ടി ഒഴിഞ്ഞിട്ടവരാണ്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായതാ. അതിൽപ്പെട്ടതാണ് ഹമാസ്. അതുകൊണ്ടാണ് അതിൽ മതത്തെ കൊണ്ടുവരാൻ കാരണം. ഇപ്പോഴും ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്നത് അത്ര എളുപ്പമാകില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ. ശ്രീ ഒ അബ്ദുള്ള, എളുപ്പമാണോ അല്ലേ എന്നത് മറ്റൊരു കാര്യമാണ്. ഇത്തരം ആൾക്കാരെ അവരുടേതായ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ടോ ചരിത്രം? ഇതിനേക്കാൾ വലിയ പോക്കിരിയായിട്ട് വന്ന ആളാണ് നെപ്പോളിയൻ ആരാ പരാജയപ്പെടുത്തിയത്? പലസ്തീനിലുള്ള അറബികളെ തോൽപ്പിച്ചത്. അത് ചിന്തിക്കാൻ കഴിയുമോ ചരിത്രത്തില്? വലിയ കാര്യമായി. ഇതിന്റെ പിന്നിലൊരു ആദർശമുണ്ട്. അത് ഈ ഹമാസ് എന്ന വാക്കിനെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് വന്ന് താൽക്കാലികമായ ചില രാഷ്ട്രീയ അവസ്ഥകളെ മാത്രം മുൻനിർത്തി ഇതെല്ലാം കീഴടക്കി കഴിയും, അവരെല്ലാം മൂക്ക് വലിച്ചു കഴിയുമെന്നൊരു വിശ്വാസം മുസ്ലിങ്ങൾക്കില്ല. 57 രാജ്യങ്ങളുണ്ട് എന്നത് ശരിയാണ്. അവരെല്ലാവരും ഹമാസിനെ ഏറ്റെടുക്കുന്നുണ്ടോ? ഇവിടെ ഹമാസ് ഉണ്ടോ? അവിടെ ഹമാസ് ഉണ്ടോ? ഹമാസ് എങ്ങനെ ഇവിടെ ഉണ്ടാവുക? പലസ്തീൻ വിമോചനത്തിന് വേണ്ടി രൂപീകരിച്ചായ ഹമാസ് അവിടെ ഉണ്ടാണ്ട്, കോഴിക്കോട്ട് ഉണ്ടാണ്ട്. പലസ്തീൻ വിമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഹമാസ് അതിന് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഇതുപോലത്തെ പലതും ചരിത്രത്തിന് മുമ്പ് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വീണ്ടും പറയാം. നെപ്പോളിയനെ അടക്കം ചെക്ക് പറഞ്ഞിട്ട് അതിന് ജാലൂത്തിൽ വെച്ച് ഇടക്കാലത്ത് വെച്ച് താൽക്കാലികമായി ഈ അമേരിക്കന്റെ കയ്യിൽ കുറച്ച് ആയുധം കിട്ടി. കുറെ ഭീരുക്കളായ ദീർഘകാലം ഇവരുടെ കോളനികളിൽ, അതായത് സാമ്രാജ്യത്വം ഇവരെ കീഴ്പ്പെടുത്തി കുറെ ഷേഖന്മാരും പോലെ രാജാക്കന്മാരും അവർക്ക് എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും നൽകി അവരെങ്ങനെ ആലോചിച്ചു കൊണ്ടുവന്നു. ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ ഭരണാധികാരികൾ. മനുഷ്യന്റെ ക്ഷമയ്ക്ക് അതിലൊക്കെ ഉണ്ട്. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അവരൊന്നും പറയുന്നില്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ സമയമായിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും ഉണരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരിയായ രീതിയിലുള്ള ഒരു ഉണർവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ ഒരു അട്ടിമറി നടക്കും. അമേരിക്ക വാലും മടക്കി പോവേണ്ടി വരും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അബ്ദുള്ളയൊക്കെ ഒരു സങ്കല്പ ലോകത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയണം. അതിനൊന്നും നമുക്ക് പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം നിൽക്കുന്ന വേറെ ഏതൊരു ലോകത്താണ്. അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹം അവിടുത്തെ രാജാവും പ്രജയും മന്ത്രിയും ഒക്കെ ആയിട്ട് അദ്ദേഹം അങ്ങനെ വിരാജിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരിടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാൻ. നമ്മളൊക്കെ ജീവിക്കുന്നത് റിയാലിറ്റിയുടെ ലോകത്താണ്. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 വലുതാണ്. ഇസ്രയേലിന്റെ ശക്തി എന്ന് പറയും പ്രധാന ശക്തി അവരുടെ ജനാധിപത്യമാണ്. ഇന്ത്യയിലെ പോലെ പാർലമെന്ററി ജനാധിപത്യമാണ്. അത് ഏറ്റവും വലിയ കരുത്താണ്. അങ്ങനെ ജനാധിപത്യത്തിന്റെ കരുത്ത് അത് തന്നെയാണ് ഭാരതത്തിന്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അമേരിക്ക വിചാരിച്ചാൽ ഇന്ന് ലോകത്ത് നടക്കുക തന്നെ ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ അവരുടെ ആ സംവിധാനത്തോടും അവരുടെ ആ ജനാധിപത്യത്തിനോട് എനിക്ക് ബഹുമാനവും ആരാധനയുമുണ്ട്.
ആരാധനയുണ്ട്, എനിക്ക് ആരാധനയുണ്ട്. ജനാധിപത്യത്തിനോട് എനിക്ക് ആരാധന തന്നെയുണ്ട്. ജനങ്ങൾ അടിമത്തം എന്ന് പറയും, ആരാധന എന്നല്ല. അതിനകത്തൊരു പഴമുണ്ട്, അതൊരു വായിക്കുത്തി കേട്ടോണ്ട്. ട്രംപിനെ തെരഞ്ഞെടുത്തത് അമേരിക്കയിലെ ജനങ്ങളാണ് മിസ്റ്റർ അബ്ദുള്ള. അവിടുത്തെ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്, അല്ലാതെ വേറെ ആരുമല്ല. അവിടുത്തെ രാജകുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ട് വന്നതൊന്നുമല്ല. തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ.